അപ്പോൾ ഞാൻ ഈ ഇട്ടിരിക്കുന്ന യെല്ലോ ലൈൻസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ലൈൻസിനുള്ളിലുള്ള കോളംസിനായിരിക്കും നമ്മൾ ക്രോസ് ആയിട്ട് ലൈൻസ് വരയ്ക്കുക. അതായത് ഫേസിൻ്റെ ഇത്ര ഭാഗത്ത് നമ്മൾ ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചിട്ട്, അതായത് ഈ ഒരു ഗ്രിഡ് ലൈൻസ് ഇട്ടതിൻ്റെ അകത്ത് ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത്ര ഭാഗം വരുന്ന കോളംസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്ര ഭാഗത്താണ് നമുക്ക് ക്രോസ് ലൈൻസ് വരയ്ക്കാനുള്ളത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ക്രോസ് വരച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ക്രോസ് ലൈൻസ് വരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ അല്ലാണ്ട് തന്നെ ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ക്രോസ് ലൈൻസ് വരച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ നിങ്ങൾക്ക് വരച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇപ്പം എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് തെറ്റാണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാനുള്ളൊരു ഇത് വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ രീതിയിൽ ചെയ്യാമെന്ന് കരുതിയത്. ഇപ്പോഴും പലർക്കും നല്ല രീതിയിൽ ഗ്രിഡ് ലൈൻസ് വരയ്ക്കാൻ അറിയാത്തവരുണ്ട്, അല്ലെങ്കിൽ ഔട്ട്ലൈൻ ചെയ്യാൻ അറിയാത്തവരുണ്ട്. അപ്പം അവരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ആദ്യം ഞാൻ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം അത് കണ്ടാൽ മതിയാവും. അപ്പോൾ ഈ ഒരു റെഫറൻസ് ഇമേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതെടുത്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അതുപോലെ ഞാൻ ഔട്ട്ലൈൻ ചെയ്തതിൻ്റെ ആ ഒരു ഇമേജ് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വരച്ച ഒരു ഇമേജ് കൂടെ ഔട്ട്ലൈൻ ചെയ്ത ഒരു ഇമേജ് കൂടെ കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇമേജ് കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ പറ്റിയെന്ന് തോന്നുമെങ്കിൽ ആ ഒരു ഇമേജ് എടുത്ത് നോക്കിയാൽ മതി. അപ്പം ഞാൻ വരച്ചത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമായിരിക്കും. അപ്പം മിക്കവർക്കും A4 വരച്ചിട്ട് ഔട്ട്ലൈൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഔട്ട്ലൈൻ അതിനകത്ത് ഉൾക്കൊള്ളുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ വരച്ചും കൂടെ നിങ്ങളെടുത്ത് നോക്കുക. അതുപോലെ ഡ്രോയിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നേക്കാം. അതുപോലെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നവരായിട്ട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. അതുപോലെ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.